ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് രീതികളെ നിശിതമായി വിമർശിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ പല സ്റ്റാർട്ടപ്പുകളും ഭക്ഷണ വിതരണം, വാതുവയ്പ്, ഫാന്റസി സ്പോർട്സ് ആപ്പുകൾ എന്നിവയിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററി സാങ്കേതികവിദ്യ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവയിലെ നൂതന കണ്ടെത്തലുകൾക്കായി പ്രവർത്തിക്കുകയാണ്. തുച്ഛമായ ശമ്പളം നൽകുന്ന ഡെലിവറി ആപ്പുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ രാജ്യവും രാജ്യത്തെ യുവാക്കളും സംതൃപ്തരാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറയുന്നു. ഐസ്ക്രീമും പലഹാരങ്ങളും ഉണ്ടാക്കി വിൽപ്പന നടത്തിയാൽ മതിയോ നമുക്ക്? ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നിങ്ങനെ പല വിഷയങ്ങളിലാണ് ഇന്ത്യയിലെ യുവജനത ബിരുദ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഡെലിവറി ബോയ്സിനെയും ഗേൾസിനെയും സൃഷ്ടിക്കുന്നു എന്നതിൽ രാജ്യത്തിന് അഭിമാനിക്കാൻ എന്തെങ്കിലുമുണ്ടോ? രാജ്യത്ത് അനുദിനം വളരുന്ന ബെറ്റിംഗ് ആപ്പുകളും അതിന്റെ പിടിയിലകപ്പെടുന്ന യുവജനതയും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഇതാണോ ഇന്ത്യയുടെ വിധി? ഇത്തരം പ്രവർത്തനങ്ങളെ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കാനാകില്ലെന്നും ഗോയൽ പറയുന്നു. AI, സാങ്കേതികവിദ്യ എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനയിലെ സ്റ്റാർട്ടപ്പുകളുമായി താരതമ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങളിൽ വേണ്ട പരിശോധന നടത്തി അർഹിക്കുന്ന മാറ്റം കൊണ്ടുവരണമെന്നും ഗോയൽ ആവശ്യപ്പെട്ടു. സർക്കാർ ഡേറ്റ പ്രകാരം 100-ലധികം യൂണിക്കോണുകളുള്ള ഇന്ത്യ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാണ്. ഏകദേശം 1.57 ലക്ഷം സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ അംഗീകാരവുമുണ്ട്. കൊമേഴ്സിനപ്പുറം നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഗോയൽ ഇന്ത്യയിൽ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം പരിമിതമാണെന്നും ചൂണ്ടിക്കാട്ടി. 25-50 ലക്ഷത്തിന് ഇന്ത്യയിലെ യുവാക്കൾ മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ വിദേശ കമ്പനികൾക്ക് വിൽക്കുന്നുവെന്ന വാർത്ത തന്നെ ഏറെ വേദനിപ്പിക്കാറുണ്ടെന്നും ഗോയൽ പറഞ്ഞു. ഭാവി ഇന്ത്യയെ ഒരുക്കുന്നതിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കുള്ള പങ്ക് വലുതാണ്. ഇതിലേക്കാവണം യുവാക്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും മന്ത്രി ആവശ്യപ്പെടുന്നു. കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സെപ്റ്റോ CEO ആദിത് പലിച്ച, മുൻ ഇൻഫോസിസ് എക്സിക്യൂട്ടീവ് മോഹൻദാസ് പൈ തുടങ്ങിയ വ്യവസായ പ്രമുഖർ രംഗത്തെത്തി. സാങ്കേതിക വിപ്ലവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ പുകഴ്ത്താൻ നിൽക്കാതെ പ്രാദേശിക ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുന്ന ഇന്ത്യൻ സംരംഭകരെ സർക്കാർ പിന്തുണയ്ക്കണമെന്നായിരുന്നു സെപ്റ്റോ CEO പ്രതികരണമായി എക്സിൽ കുറിച്ചത്. ഉപഭോക്തൃ ഇന്റർനെറ്റ് സ്റ്റാർട്ടപ്പുകളെ വിമർശിക്കാനും അവയെ അമേരിക്കയിലോ ചൈനയിലോ ഉള്ള സാങ്കേതിക പുരോഗതിയുമായി താരതമ്യം ചെയ്യാനും എളുപ്പമാണെന്ന് ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകൻ കൂടിയായ പലിച്ചയുടെ കുറിപ്പിൽ പറയുന്നു. സ്റ്റാർട്ടപ്പുകളെ വർഷങ്ങളായി രാജ്യം നികുതി വകയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമനെ വിമർശിച്ചുകൊണ്ട് മോഹൻദാസ് പൈ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ മന്ത്രി കുറച്ചു കാണരുതെന്നും ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ സഹായിക്കുന്നതിൽ സർക്കാരിന് എന്തു പങ്കാണുള്ളതെന്നും CEO മോഹൻദാസ് പൈ ചോദ്യം ചെയ്തു.